ഡി ബിനോയ്. കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് ഞങ്ങളുടെ പ്രതിനിധി റിയാസ് KMR ഉണ്ട്. ഷവ്വാൽ മാസപ്പിറവി അത് മാത്രമാണ് വിശ്വാസികളുടെ മനസ്സിൽ ഇപ്പോഴുള്ള ഒരു പ്രതീക്ഷ. എന്താണ് അവിടെ നിന്ന് പങ്കുവയ്ക്കാനുള്ളത്? വിശുദ്ധ റമദാനിലെ വ്രതാനുഷ്ഠാനം 29 ദിവസം പൂർത്തിയാകുന്ന ഒരു വേളയാണ്. അല്പസമയത്തിനകം മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നതോടുകൂടി അത് 29 നോൻപുകളും പൂർത്തീകരിക്കും. ഇനിയിപ്പോൾ വിശ്വാസികൾ ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് ശവ്വാൽ മാസപ്പിറവി കാണുമോ എന്നുള്ളത് തന്നെയാണ്. അതിനായി ഏറെ ചരിത്രപ്രസിദ്ധമായ ഇടമാണ് കോഴിക്കോട് കാപ്പാട് എന്നുള്ളത്. കഴിഞ്ഞ 50 വർഷത്തിലേറെയായി, അരനൂറ്റാണ്ടിലധികം കാലമായി ഒരുപക്ഷെ കേരളത്തിലെ മുസ്ലിങ്ങൾ ചെറിയ പെരുന്നാളും ബലിപെരുന്നാളും ഒക്കെ ആഘോഷിക്കാൻ കാത്തിരിക്കുന്ന ഒരു ഇടം എന്ന് പറയുന്നത് കാപ്പാട് മാസപ്പിറവി കണ്ടോ എന്നുള്ളതാണ് പ്രധാനമായി നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തിന് ഏറെ ചരിത്ര പ്രാധാന്യമുണ്ട്. ഇവിടെ നിന്നും ഇവിടെയുള്ള ആളുകൾ അവരുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് ഈ ചന്ദ്രപ്പിറ കാണുന്ന ഒരു കാര്യം അത് പിന്നീട് ഈ ഖാദിമാരെ വിളിച്ച് അറിയിക്കുകയും അങ്ങനെയാണ് ഖാദിമാർ അത് ഒന്നിൽ കൂടുതൽ പേർ കണ്ടു എന്ന് ഉറപ്പാക്കിയതിനു ശേഷം, കാരണം ഇതിനൊരു സാക്ഷി വേണം, അങ്ങനെ കേവലം ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കില്ല. ചന്ദ്രപ്പിറ കണ്ടു എന്ന് ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞതുകൊണ്ട് മാത്രം സാധിക്കില്ല. ആ കണ്ടയാൾക്ക് ഒന്നിൽ കൂടുതൽ സാക്ഷികൾ ഉണ്ടാവണം. അങ്ങനെ ഉണ്ടായി എന്ന് ഉറപ്പാക്കിയതിനു ശേഷം അത് ഖാദിമാർ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതോടുകൂടിയാണ് പെരുന്നാൾ എന്നുള്ള കാര്യം ഉറപ്പിക്കുന്നത്, മാസപ്പിറവി കണ്ടു എന്നുള്ള കാര്യം ഉറപ്പിക്കുന്നത്. ഇന്നത്തെ പ്രത്യേകത, ഇന്ന് 6:41 കഴിഞ്ഞതിന് ശേഷം 51 മിനിറ്റ് നേരം വരെയാണ് ഈ മാസപ്പിറവി കാണാൻ സാധ്യതയുള്ള സമയം എന്നാണ് പൊതുവെ ഈ വനനിരീക്ഷകരൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ 6:41 ശേഷമുള്ള 51 മിനിറ്റ് നേരം ഏറെ പ്രസക്തമാണ്. ആ 51 മിനിറ്റ് കഴിഞ്ഞിട്ടും കാണുന്നില്ല എങ്കിൽ മാത്രമാണ് ചെറിയ പെരുന്നാൾ മറ്റന്നാളത്തേക്ക് ആവുക. നേരെ മറിച്ച് ഇന്ന് കാണുകയാണെങ്കിൽ നാളെ ചെറിയ പെരുന്നാളായിരിക്കും, ശവ്വാൽ മാസം 1 റമദാൻ മാസം 29 നോമ്പുകൾ പൂർത്തീകരിച്ചുകൊണ്ട് നാളെ ശവ്വാൽ 1 ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. എന്തായാലും ഇപ്പോൾ തെളിഞ്ഞ ആകാശമാണ്, അതുകൊണ്ട് തന്നെ ഇന്ന് കാണാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഇവിടെ വർഷങ്ങളായി ഇവിടെ കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് മാസപ്പിറ കാണുന്നത് കൃത്യമായി നിരീക്ഷിക്കുന്ന ഇതിന്റെ നാസർ കാപ്പാട്, ഇദ്ദേഹം കഴിഞ്ഞ വർഷത്തിനൊപ്പം ഈ കാര്യങ്ങൾ കൃത്യമായി അറിയിക്കുകയും ചെയ്യുന്ന വ്യക്തികളിൽ ഒരാളാണ് നാസർ കാപ്പാട്. നാസർ, ഇന്ന് സാധ്യത കൂടുതലാണ്. സമയം വെച്ച് നോക്കുന്ന സമയത്ത് ഇന്നത്തെക്കാളും കുറച്ച് സാധ്യത കൂടുതലാണ്. കാരണം വേറെ മഴക്കാറോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ പ്രതീക്ഷിതമായ തടസ്സങ്ങളൊന്നുമില്ല. ക്ലിയറായി കാണാവുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ മാസത്തിനെ കാണും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് 41 മിനിറ്റ് ആണോ സമയം? 51 മിനിറ്റ് ദൈർഘ്യമുണ്ട് ഇന്ന് അസ്തമയത്തിന്, ചന്ദ്രാസ്തമയത്തിന്. അപ്പം കാണാനുള്ള സാധ്യത അതാണ് കൂടുതൽ കൽപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇത്രയും സമയദൈർഘ്യം ഉണ്ടായിരുന്നില്ല അല്ല, കഴിഞ്ഞ ഒരു നോമ്പ് നമുക്ക് നഷ്ടപ്പെട്ടതാണ്, മാസപ്പിറ കാണാത്തതുകൊണ്ട്. അപ്പോൾ ആ സമയത്ത് കുറച്ചും കൂടെ വ്യക്തമായി നമ്മൾ ക്യാമറയിലൊക്കെ പതിഞ്ഞതാണ്. അപ്പം അതുപോലെ ഈ പ്രാവശ്യം പതിയെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും ഇങ്ങനെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുക അല്ലേ? പിന്നെ മറ്റൊന്ന് പറയാന്ന് പറഞ്ഞാൽ 19 വർഷമായിട്ട് ഈ മാസപ്പിറവി കാണിക്കുന്നതിൽ ഒരു മുന്നിട്ട് നിൽക്കുന്ന പ്രദേശമാണ് കാപ്പാട്. ഈ സെറാമ്പി നിസ്കാരപ്പള്ളി ഇവിടെ സ്ഥാപിച്ചത് 19 വർഷത്തിന് മുമ്പാണ്. ആ സമയത്ത് നമ്മുടെ നിങ്ങൾക്കറിയാം, കേരളത്തിലെ ദഫ്മുട്ടാചാര്യൻ മുട്ടി അദ്ദേഹമായിരുന്നു ഇവിടുത്തെ ഇമാമ്. പുള്ളി നിൽക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ഈ പ്രദേശത്ത് മാസം കാണിക്കുന്നത്. അതുമാത്രമല്ല, അന്ന് ആ സമയത്ത് ആദ്യമായിട്ട് പുള്ളി ഇവിടെ ദഫൂട്ട് പഠിപ്പിക്കുന്നതും കുത്തറാത്തീബ് പഠിപ്പിക്കുന്നതും കൂടെ ഏരിയയും കൂടാണ്. അപ്പം തീരദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്തറാത്തീബിൻ്റെയും ഈ ഇസ്ലാമിക കർമ്മ പദ്ധതിയുടെയൊക്കെ ഒരു ആസ്ഥാനം എന്ന നിലയ്ക്ക് അതും കൂടെ ഒരു പ്രസക്തമായ ഒരു സ്ഥാനം ഈ കാപ്പാട് മസ്ജിദിലുണ്ട്. ഈ ശ്രാമ്പ്യ പള്ളി എന്ന് പറയുന്നതിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. ഈ തീരദേശങ്ങളിലെ പള്ളിക്കാണ് ശ്രാമ്പ്യകൾ അല്ലേ? ശ്രാമ്പ്യ പള്ളികൾ. അതെ, അത് പണ്ട് കച്ചവടത്തിനും മറ്റൊക്കെ വരുന്ന ആളുകൾ നിസ്കരിക്കാൻ സ്ഥാപിച്ച ചെറിയൊരു ആലയം എന്ന നിലയിലാണ് ശ്രാമ്പ്യ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മേൽപ്പെട്ട് നിൽക്കുന്നതാണ് ഈ ജുമാഅത്ത് പള്ളി എന്ന് പറയുമ്പോൾ. അതിന് ഈ നിസ്കാരപ്പള്ളി എന്ന് പറയുന്നത്, അതാണ് ശ്രാമ്പി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പതിവുള്ളൊരു പള്ളിയാണ്. ഇവിടെ നിന്ന് ആ കാലം മുതൽ ഈ കാലം വരെ മാസം കാണിച്ചു വരുന്നുണ്ട് എന്നുള്ളതാണ്. ഈ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാനുള്ള ഒരു കാര്യം, കാരണം പൊതുവായ പ്രേക്ഷകരും ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് അറിയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്നിപ്പോൾ മാസപ്പിറവി കാണുകയാണെങ്കിൽ അത് നിങ്ങൾ കണ്ടു, ഈ ഒരാൾ കണ്ടാൽ ഒന്നിൽ കൂടുതൽ സാക്ഷികളും വേണം അല്ലേ? തീർച്ചയായിട്ടും. ഒരാൾ കാണുകയും ഒരാളത് സാക്ഷ്യപ്പെടുത്തുകയും വേണം.
അത് കാളി അതിൻ്റെ സ്വീകാര്യത ഉറപ്പുവരുത്തിയതിനു ശേഷമേ അത് പ്രഖ്യാപനം നടത്തുള്ളൂ. അതായത് വിശ്വാസ്യതയുള്ള ആളായിരിക്കണം, അങ്ങനെ എന്തെങ്കിലും ഇതായിട്ട് ചുമ്മാ പറഞ്ഞു പോകുന്ന ഒരാളാണ്. അങ്ങനെ പറഞ്ഞു പോകാൻ പാടില്ല, കഴിയില്ലത്. കാരണം എന്ന് പറഞ്ഞാൽ അവർ ചോദിക്കും ഏത് ദിശയിലാണ് കണ്ടത്, ഏത് രൂപത്തിലാണ് അതിനൊക്കെ ദൃശ്യപ്പെട്ടത് എന്നൊക്കെയുള്ള കൃത്യമായി ബോധ്യപ്പെട്ടതിന് ശേഷമേ അത് അവർ പബ്ലിക്കിലേക്ക് പ്രഖ്യാപനം നടത്തുള്ളൂ. ഇത് ഇവിടുന്ന് കണ്ടു കഴിഞ്ഞാൽ നേരെ എവിടത്തേക്കാണ് അറിയിക്കുക? പള്ളി ഇമാമിനെയാണോ? അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രദേശത്ത് നിന്ന് മാസം കണ്ടാൽ സ്വാഭാവികമായിട്ടും കാപ്പാട് ജുമാഅത്ത് പള്ളി കാസിനെ അറിയിച്ചു. എല്ലാ ഖാദിമാരും, പാണക്കാട് തങ്ങന്മാർ അടക്കമുള്ള ഖാദിമാർ, കോഴിക്കോട് വലിയ ഖാദി അടക്കമുള്ള സംയുക്തമായിട്ട് പ്രഖ്യാപനം. ഇവിടെ മറ്റ് ആളുകൾ മാത്രമുണ്ട്. ഇപ്പോൾ നാസർ കാപ്പാടാണ് കൃത്യമായി ഇത് എപ്പോഴും സാക്ഷിയാകുകയും ചെയ്ത നാസർ കാപ്പാടാണ് പറഞ്ഞത്. ഇപ്പോഴിതാ ആളുകൾ ഇവിടെയുണ്ട്. എല്ലാ വർഷവും ഉണ്ട്. എല്ലാ വർഷവും കൂടെ ഇങ്ങനെ